മഴത്തോരു മുൻപിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഇവർക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനേ, സപ്പോർട്ട് ചെയ്യാനേ. പിന്നെ അവളുണ്ടാക്കി വെച്ചേക്കുന്ന അമൃതല്ലേ എന്ന് ബബിത ചോദിക്കുകയാണ്. ആ അമൃത് തന്നെ, അത് നിങ്ങൾക്ക് അതിൻ്റെ വില അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്കത് നേരത്തെ മനസ്സിലാക്കി. നിങ്ങൾ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് അത് കിട്ടാത്തതിൽ നിങ്ങൾ വിഷമിക്കും. അന്ന് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. പിന്നെ എന്ന് പറയാം, നീ ഒന്ന് പൊടി എന്ന് പറഞ്ഞു ബബിത പറയുകയാണ്. ഞാൻ പോവാന്ന് പറഞ്ഞു കൃഷ്ണ അങ്ങ് പോവുകയാണ്. അമ്മ സ്വന്തം പെറ്റ വീട് പോലും കൂറില്ലാത്തവൾ എന്ന് രോഹിത്ത് പറയാണ്. ഇവളെങ്ങനെ തലതിരിഞ്ഞു പോയി എന്ന് രോഹിത്ത് ചോദിക്കുകയാണ്. കോമൺ സെൻസ് വേണ്ടേ എന്ന് ബബിതയും ചോദിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രന് ഫുഡുമായിട്ട് വരുന്ന അലീനയാണ്. ഇന്നെന്താണ് സ്പെഷ്യൽ? ചപ്പാത്തിയും ചിക്കനും ആണെന്ന് പറയുകയാണ്. അങ്ങനെ അതെല്ലാം തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കിയിട്ട് പറയാണ്, ആഹാ കൊതിപ്പിക്കുന്ന മണമാണല്ലോ. അപ്പോൾ അലീന ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അലീന പറയാണ്, അച്ഛാ ഞാൻ എല്ലാവർക്കും വേണ്ടി ഫുഡ് ഉണ്ടാക്കി, പക്ഷേ എന്താ ആരെങ്കിലും ആഹാരം വേണ്ടാന്ന് പറഞ്ഞോ? വേണ്ടാന്ന് പറഞ്ഞു. എല്ലാവരും വേണ്ടാന്ന് പറഞ്ഞോ? ഇല്ല, കൃഷ്ണമോക്ക് മാത്രം മതി, ബാക്കി ആർക്കും വേണ്ട എന്ന് പറയാണ്. ആരെ ഇങ്ങനെ കഴിക്കാതിരിക്കുന്നത് കഷ്ടമല്ലേ? അത് തന്നെ, ആഹാരം ഓരോരുത്തർക്ക് കിട്ടാതിരിക്കുന്നത്. ഇത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നതെന്നറിയാമോ? കോംപ്ലക്സ്, അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. ആഹാരമില്ലാത്തത് കൊണ്ടോ ഊണുമേശ ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ലല്ലോ, സൗകര്യങ്ങൾ കൂടിപ്പോയത് കൊണ്ടാണെന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. ആഡംബരമായിട്ട് ജീവിച്ചിട്ട് പിൽക്കാലത്ത് ആഹാരം പോലും കിട്ടാതെ കഷ്ടപ്പെടുന്ന എത്ര പേര് എനിക്കറിയാവുന്നറിയോ? ഇവർക്ക് ഇതെല്ലാം കിട്ടുന്നതിൻ്റെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ അവരെ കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതൊന്നും നോക്കണ്ട, നീ ആഹാരം കഴിക്കുക, ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും ശ്രദ്ധിക്കണ്ട എന്ന് ബാലേന്ദ്രൻ അലീനടുത്ത് പറയാണ്. അച്ഛൻ എന്താ അത് വെട്ടിവെച്ചേക്കുന്നത്? അത് ബിസിനസ്സുപരമായ കുറച്ച് പരസ്യങ്ങളാണ് വെട്ടിവെച്ചേക്കുന്നതെന്ന് ബാലേന്ദ്രൻ പറയാണ്. എന്നാൽ ഞാൻ പോട്ടെ, പൊക്കോ, പോയി ആഹാരം കഴിക്കുക എന്ന് ബാലേന്ദ്രൻ അലീനടുത്ത് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അലീന രേവതിക്കുട്ടിയെ വിളിക്കുകയാണ്. ചേച്ചി, ഇത് ആരുടെ നമ്പർ? ഇത് ബാലേന്ദ്രൻ സാറിൻ്റെ നമ്പറാണോ? അല്ല മോളെ, ബാലേന്ദ്രൻ സാർ എനിക്ക് പുതിയൊരു ഫോൺ വാങ്ങിച്ചെന്ന്. അത് നല്ല കാര്യമായി. എനിക്കതുകൊണ്ട് ചേച്ചിയെ വിളിക്കാമല്ലോ, അല്ലെങ്കിൽ ചേച്ചിയുടെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റാതെ ഇരിക്കുകയായിരുന്നു. നേരത്തെ തന്നെ ചേച്ചിയെ അവിടുന്ന് ഇറക്കി വിട്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അന്നേരം മനുവേട്ടനെയും മുത്തശ്ശിയും മാറി മാറി വിളിച്ച് അവസാനം മനുവേട്ടനാ പറഞ്ഞത് ബാലേന്ദ്രൻ സാറ് ചേച്ചിയെ പിക്ക് ചെയ്തുകൊണ്ട് പോയ കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് എന്തുണ്ടായി ചേച്ചി, വിശേഷമൊക്കെ പറ. ഞാനന്ന് പറഞ്ഞില്ലേ മോളെ, മാഡത്തിൻ്റെ ആങ്ങള വന്ന് എന്നെ 22 മണിക്കൂറിനകം ഇവിടുന്ന് ഇറങ്ങിപ്പോകണമെന്നൊക്കെ അന്ത്യശാസനം നൽകി. അങ്ങനെ ഞാൻ പോകാൻ റെഡിയാണ്, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. അതെന്താ പോകാൻ പറ്റാഞ്ഞേ? അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി, പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു സാഹചര്യം എത്തി. അതൊക്കെ ഞാൻ അവിടെ വന്നിട്ട് നിന്നോട് പറയാം. ഞാൻ ഉടനെ വരുന്നുണ്ട്. ചേച്ചി എപ്പോൾ വേണമെങ്കിലും വന്നോ, ഇന്ന് തന്നെ വേണമെങ്കിലും വന്നോ, ഇങ്ങോട്ട് പോരെ എന്നവർ പറയുകയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം, ഇന്നത്തെ ഒരു ക്ലാസ് പോകുന്നതല്ലേ ഉള്ളൂ, ചേച്ചിയെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറയാണ്. വേണ്ട, അങ്ങനെ നിൻ്റെ ക്ലാസ്സൊന്നും കളയണ്ട. വേലക്കാരിയായിട്ട് നിന്നെ കൊണ്ടുപോയിട്ട് നിന്നെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിക്കണം എന്ന് അവരുടെ ആഗ്രഹം നീയായിട്ട് നശിപ്പിച്ച് കളയല്ലേ, അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കലെന്നൊക്കെ അലീന നമ്മുടെ രേവതി കുട്ടിയെടുത്ത് പറയാണ്. മാത്രമല്ല, നീ എന്നെ മറന്നു കളയല്ലേ വലിയ ജോലിക്കാരിയൊക്കെ ആകുമ്പോൾ. ഞാൻ ചേച്ചിയെ മറക്കാനോ? പാലാരിവട്ടവും പാലയും തമ്മിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എൻ്റെ മനസ്സ് എപ്പോഴും ചേച്ചിയുടെ കൂടെ തന്നെ. ബ്രിജിത്തമ്മയും ചേച്ചിയെ ഓർക്കാത്ത ഒരു ദിവസം പോലും എനിക്കില്ല എന്ന് രേവതിക്കുട്ടി പറയുകയാണ്. ചേച്ചി എന്തിനാ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? അവിടെ നിന്ന് കഴിഞ്ഞാൽ ചേച്ചിയുടെ ജീവിതം പോകത്തേ ഉള്ളൂ. ചേച്ചി ഇങ്ങനെ പോരെ, ഇവിടെ വന്നിട്ട് ചേച്ചി എന്നെപ്പോലെ പഠിച്ച് ഒരു IAS കാരിയാവണം. IAS കാരിയാവട്ടെ, അവിടെ പാലയിലെ കളക്ടറായിട്ട് ചെല്ലണം. എന്നിട്ട് പറയണം, അവിടെ വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് പറയണം, മാഡം നിങ്ങൾ പണ്ട് പ്രസവിച്ച് തെള്ളിയ കുഞ്ഞാ എന്ന് പറയണം. അവരൊന്ന് ഞെട്ടട്ടെ അവരെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പം എന്നൊക്കെ രേവതിക്കുട്ടി ഓരോ സ്വപ്നങ്ങൾ പറയുകയാണ്. അപ്പം അലീന പറയാണ്, ഇപ്പം എന്നെക്കുറിച്ചൊന്നുമല്ല ഞാൻ ചിന്തിക്കുന്നത്, ഇവിടെ എങ്ങനെ ഞാൻ കാരണം പ്രശ്നം ഇല്ലാതാക്കുക, സാറും മാഡം തമ്മിലുള്ള പ്രശ്നം ഞാൻ കാരണം ഇല്ലാതാക്കുക, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ചിന്ത. ഇവിടെ ഒരു സമാധാനം ഉണ്ടാക്കുക, ഞാൻ സാറിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് വരും. അപ്പം പതുക്കെ കുറച്ച് ദിവസം അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരാതെയാവും എന്നൊക്കെ അലീന പറയുന്നുണ്ട്. മാഡത്തിന് എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്നേ ഉള്ളെന്ന് പറയാണ്. ഇനി ആരെങ്കിലും വന്ന് ചേച്ചി അവിടെ നിന്ന് ഇറക്കി വിടുന്നതിന് മുമ്പ് തന്നെ ചേച്ചി ഇങ്ങി പോരെ, എന്തിനാ ആരുടെയെങ്കിലും തള്ളും തുപ്പൊക്കെ കേൾക്കുന്ന ആവശ്യമൊന്നുമില്ലല്ലോ, ചേച്ചി ഇങ്ങി പോരെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചേച്ചി എന്നെ വിളിച്ചാൽ മതി, ചേച്ചിക്ക് ഇപ്പോൾ ഫോണുണ്ടല്ലോ, എന്നെ അന്നേരം വിളിക്കണം എന്ന് രേവതിക്കുട്ടി പറയുകയാണ്. ശരി മോളെ എന്നും പറഞ്ഞ് രേവതി ഫോണാണെങ്കിൽ അലീന അങ്ങ് വെക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ശിവേട്ടൻ രാജീവിനെ ഫോൺ ചെയ്യാണ്. ഒരു വട്ടം വിളിച്ചിട്ടും രാജീവ് എടുത്തില്ല. രാജീവ് കളിച്ചുകൊണ്ട് രണ്ടാമത് വിളിക്കുമ്പോഴത്തേക്ക് എടുക്കുകയാണ്. നീ എവിടെയാണ്? ഞാൻ കുറേ നേരമായിട്ട് വിളിക്കുന്നല്ലോ, ഞാനിവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നീ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ? ഞാൻ അറിഞ്ഞായിരുന്നു ശിവേട്ട, ഞാൻ പോവുകയും ചെയ്തായിരുന്നു, ഒരുവിധം സോൾവ് ആക്കിയതാണ്. അപ്പം ബാലേന്ദ്രൻ അവളെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ശിവൻ പറയാണ്, ഇനി അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റത്തില്ല,
വൈജയും അമ്മയും കമലയൊക്കെ കിടന്ന് വിളിക്കുകയാണ്, ഇനി നമുക്ക് നാട്ടിലേക്ക് പോയി അതിനൊരു പ്രശ്നം പരിഹാരം ആക്കിയിട്ട് തിരിച്ചു വന്നാൽ മതി, ഒരു ലോങ് ലീവ് തന്നെ നീ എടുത്തോ എന്ന് പറയാണ്. ഇനി ഗംഗേട്ടനോട് പറയണ്ടേന്ന് രാജു ചോദിക്കുകയാണ്. അയാൾ ഒന്നാമത് വൈജയുടെ സൈഡ് അല്ല എന്നാണ് പറയുന്നത്, ബാലേന്ദ്രൻ്റെ സൈഡാണെന്നാണ് വൈജ പറയുന്നതെന്നാണ് രാജീവ് പറയുന്നത്. എന്നാലും നമ്മൾ അറിയിക്കണ്ടേ എന്ന് രാജീവ് ചോദിക്കുകയാണ്. അപ്പം ശിവേട്ടൻ പറയാണ്, ഞാൻ വിളിച്ചായിരുന്നു, മോളാണ് പറഞ്ഞത് അച്ഛന് അമ്മയും കൂടി ഇപ്പോൾ യൂറോപ്യൻ പര്യടനത്തിലാണ്, മോൻ സ്വിറ്റ്സർലാൻഡിലല്ലേ, അവിടെയൊക്കെ കറങ്ങാൻ പോയേക്കുക ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം നമ്മളിനി അത് നോക്കിക്കണ്ട, നമുക്ക് നാട്ടിലേക്ക് തിരിക്കാം എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ നാട്ടിലേക്ക് തിരിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടാക്കുവാണ്. സമയത്താണെങ്കിൽ അലീനയാണെങ്കിൽ ബാലേന്ദ്രൻ്റെ അടുത്തൊന്ന് പറയാണ്, അച്ഛാ ഞാൻ രേവതിക്കുട്ടിയെ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞായിരുന്നു, ഞാൻ മറ്റന്നാൾ പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. പൊക്കോ, ഞാൻ പൊക്കോളാൻ പറഞ്ഞല്ലോ എന്ന് പറയണം. അങ്ങനെ ശരി എന്ന് പറഞ്ഞ് അലീന അങ്ങ് പോവാണ്. ബാലേന്ദ്രൻ അലീന വന്ന് ചോദിക്കുന്നത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നാട്ടിലേക്ക് രാജീവും ശിവനും വരുന്നതാണ്. ടാക്സിയിലാണ് വന്നിറങ്ങുന്നത് രണ്ടുപേരും. ബാഗൊക്കെ എടുത്തോണ്ട് വന്ന് വരികയാണ്. അപ്പോൾ കമല വന്ന് ഡോറൊക്കെ തുറക്കുന്നുണ്ട്. രണ്ടുപേരും എത്തിയല്ലോ എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരെയും സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ശിവേട്ടനാണെങ്കിൽ രാജുവിൻ്റെ അടുത്ത് പറയാണ്, നമ്മളെത്തിയ കാര്യം വൈജയെ വിളിച്ചു പറ, അവളിങ്ങോട്ട് വരാൻ പറയാനായിട്ട് പറയാണ്. ഇപ്പം തന്നെ വേണോ? വേണം, ഇനി ഒന്നും മാറ്റി വെക്കണ്ട എന്ന് ശിവേട്ടൻ പറയാണ്. അങ്ങനെ വൈജയാണെങ്കിൽ വന്നെത്തിയാണ്. അപ്പോൾ പുറത്ത് രാജീവ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വൈജി എടുത്ത് ചോദിക്കണം, നീ മാത്രമേ ഉള്ളോ? ഞാൻ മാത്രമേ ഉള്ളൂ. ശിവേട്ടൻ എന്ത് ചെയ്യും? ശിവേട്ടനകത്തുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച നടത്തുകയാണ്. കനകയാണെങ്കിൽ കാപ്പിയൊക്കെ കൊണ്ടു കൊടുക്കുന്നത്, ഇനി ചായയൊക്കെ കുടിച്ചിട്ട് സംസാരിക്കാം എന്ന് സംസാരം നടത്തുകയാണ്. അപ്പം ശിവേട്ടൻ പറയാണ്, എങ്ങനെയായാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ. രാജു പറയാണ്, എങ്ങനെയായാലും അവളെ വലിച്ചിറക്കണം, മര്യാദയ്ക്ക് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ കേട്ടില്ലെങ്കിൽ അയാളുടെ മുന്നിൽ കൂടെ വലിച്ചിറക്കിക്കൊണ്ട് പോകണം. അപ്പോൾ വൈജി പറയാണ്, അങ്ങനെ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, അത് ചെയ്യുകയും കൂടെ വേണമെന്ന് പറയാണ്. അപ്പോൾ ശിവേട്ടൻ പറയാണ്, നിങ്ങൾ കൂടുതൽ ആവേശം കയറാതെ ആദ്യം കാര്യം സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് ശിവേട്ടൻ പറയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കൂടുതൽ തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞാലേ വൈജയും ബാലേന്ദ്രനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവും. വഷളാവാൻ എന്തുവാ, വഷളായാലും എനിക്ക് കുഴപ്പമില്ല, ഇനി എന്നോട് ഇതിൻ്റെ പേരും പറഞ്ഞ് മിണ്ടാതിരുന്നാലും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് വൈജ പറയാണ്. എനിക്ക് അവളെ അവിടുന്ന് ഇറക്കി വിട്ടാൽ മതിയെന്ന് വൈജയുടെ വാശിയിൽ തന്നെ വൈജ നിൽക്കുകയാണ്. സ്വന്തം ജീവിതം പോയാലും വേണ്ടിയില്ല, അവൾ അവിടുന്ന് പോകണമെന്ന് മാത്രമേ ഉള്ളൂ വൈജയ്ക്ക്. അപ്പോൾ ശിവൻ പറയാണ്, അപ്പം ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ അവിടെ നിന്ന് ഇറക്കിയിരിക്കും, അത് ഉറപ്പ്. നാളെ നമ്മൾ കടപ്പാട്ടൂരേക്ക് പോയിരിക്കും. അപ്പോൾ രാജു പറയാണ്, അത് തന്നെ, നാളെ കടപ്പാട്ടൂർ പോയേക്കും, ബാലേന്ദ്രനോട് സംസാരിക്കും. പിന്നെ ഞാനാണെങ്കിൽ ശാസ്തമംഗലത്തിൽ നിന്ന് രാമുണ്ണി മാമൻ്റെ മക്കളെയും മറ്റുള്ളവരെ എല്ലാം വിളിച്ചിട്ടുണ്ട്. അപ്പം കനക പറയാണ്, എൻ്റെ ആങ്ങള അരുണിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി വല്ല മറ്റേ മെമ്പറോ വേറെ ആരെങ്കിലും വേണോ, അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോകണോ എന്നൊക്കെ അവർ സംസാരിക്കുകയാണ്. അങ്ങനെ വലിയൊരു കൂട്ടമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഒന്ന് ഭയക്കും. അപ്പം നമ്മളെ ഇത്രയും പേരെ ഒറ്റയ്ക്ക് ബാലേന്ദ്രന് എതിരിടാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് രാജീവ് പറയുകയാണ്. അങ്ങനെ അവർ വലിയ പ്ലാനൊക്കെ തയ്യാറാക്കിയാണ് കടപ്പാട്ടൂരിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. എല്ലാവരും കൂടെ തീരുമാനിച്ച് നാളെ തന്നെ കടപ്പാട്ടൂരിലേക്ക് പോവുക, അലീനെ വലിച്ചിറക്കുക, ഇതൊക്കെയാണ് അവരുടെ പ്ലാൻ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.